ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ഈ പിന്നെ കാണുന്ന സ്ഥലം മനസ്സിലായി. ഇത് നമ്മൾ തെങ്കാശിക്ക് അടുത്തുള്ള സുന്ദരപാണ്ടിപുരമാണ്. സുന്ദരപാണ്ടിപുരത്ത് അന്യം ഫിലിം ഷൂട്ട് ചെയ്ത, അതായത് അങ്കങ്കാക്ക കൊണ്ടക്കാരി എന്ന ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കി അടിപൊളിയാണ്. ആ സ്ഥലം കൂടി ഞങ്ങളൊന്ന് കാണിച്ചു തരാം. 2005 ജൂൺ 17 ശങ്കർ സംവിധാനം ചെയ്ത് വിക്രം സദാൻ നായകന്മാരെ അഭിനയിച്ച് ചിത്രീകരിച്ച അന്യ സിനിമയുടെ ഗാനചിത്രീകരണം ഭൂരിഭാഗവും തെങ്കാശിയിലെ ഈ സ്ഥലത്തായിരുന്നു ചിത്രീകരിച്ചത്. അങ്ങനെ അന്യൻപാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇനിയും കാണാൻ പോകുന്നത് സൂര്യാന്തി തോട്ടമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാറുകൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോയി കാർ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കുറേ അമ്മച്ചിമാർ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതാണ്. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ ഈ പാടത്ത് പണിയെടുക്കുന്നതാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി, വൈകിട്ട് 3 മണി വരെ പണിയെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന 300 രൂപയാണ്. അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തി അവർ കഴിക്കുന്ന ആഹാരങ്ങളും എല്ലാം നോക്കി അവരെ പരിചയപ്പെട്ട് അതിനുശേഷം പതുക്കെ നമ്മൾ കാറെടുത്ത് സൂര്യാന്തി തോട്ടം കാണാൻ. അങ്ങനെ നമ്മൾ കാറിൽ സൂര്യാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ട് കൃഷി സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അയ്യോ, ഒരു രക്ഷയില്ല. എത്ര ഭംഗിയാണെന്ന് ഈ പൂക്കൾ കാണാൻ, എന്ത് മനോഹരമാണെന്ന് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നമ്മൾ അതിനകത്ത് നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് നമുക്ക് ശരിക്കും പറിച്ചെടുക്കാൻ തോന്നും. ശരിക്കും അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇവിടെ വരെ വന്ന് യാത്ര ചെയ്തതിൽ എത്ര ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. അവിടെ നമ്മൾ യാത്ര നേരെ പോയത് തമിഴ് അഗ്രഹാരത്തിലാണ്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ തമിഴ് അഗ്രഹാരവും കണ്ടു. അവിടുന്ന് നമ്മൾ പിന്നെയുള്ള യാത്രയെന്ന് വെച്ചാൽ കാശി വിശ്വനാഥ ടെമ്പിളിലേക്കായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് കുറേ നെല്ലിത്തോട്ടങ്ങളുണ്ട്. അവിടുന്ന് ലക്ഷ്മിയും ശിവാനിയും കുറേ നെല്ലിക്ക് ആരും കാണാതെ കട്ടുപറിച്ചു. അങ്ങനെ പതുക്കെ അവിടെ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് നമ്മൾ നേരെ കുറ്റാലത്തേക്ക് പോയി. കുറ്റാലം വാട്ടർഫാൾസിലെ കുളിയും കഴിഞ്ഞ് ശിവാനിയും കുളിപ്പിച്ച് ഇപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ക്ഷീണമാണ്. ഇനി നല്ലൊരു ചായ കുടിക്കണം. അതിനെ അടുത്തൊരു ചായക്കട തപ്പി അങ്ങനെ നല്ലൊരു ചായക്കട കിട്ടി. അവിടെ നിന്ന് നമ്മൾ ചായയും ഇഡ്ഡലിയും വടയും കഴിച്ചു. അത്യാവശ്യം വിശപ്പമായിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അത്യാവശ്യം വിശപ്പമാക്കി. അതിനി പതുക്കെ കാറിൽ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഒരു ദിവസം കൊണ്ടുള്ള ട്രിപ്പായിരുന്നു. നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത ട്രിപ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഒഴിവാക്കി മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ കാണാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് ചെറിയ ക്ഷീണം ഉണ്ടെങ്കിൽ ആ ചായ കുടിയിൽ ആ ക്ഷീണമാണ് മാറി. നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.